ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ രാവിലെ തുണിയൊക്കെ അയലിട്ടതിന് ശേഷം മുറ്റത്തോടെ ഇല്ലാത്ത കേട്ടോ. അപ്പോഴാണ് കുറച്ച് മഞ്ഞൾ കണ്ടത്. പിന്നെ ഞാൻ ചെടികളെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി. വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പോയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം മുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ചെറുപയർ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ വെള്ളയ്ക്ക് പോയിട്ടുണ്ട്. ചെറിയ ചെട്ടിത്തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്. ചിലത് മുട്ടയിട്ടുണ്ട്. അങ്ങനെ ചെടികളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മധുരക്കിഴങ്ങ് നന്നായിട്ട് വള്ളിയിട്ട് പടർന്നിട്ടുമുണ്ട്. പിന്നെന്താ അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ നടന്നതിന് ശേഷം പിന്നെ ആദ്യം എണീക്കുന്നതിന് മുന്നേ പണികളൊക്കെ തീർത്തു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് സാധാ ചോറും കറിയും മീൻ കറിയും ഉപ്പേരി അങ്ങനെ കുറച്ചൊക്കെ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ സാധാ പോലെ തന്നെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് ആദ്യം വെച്ച് കുറച്ച് പൊറോട്ടയും ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് തന്നിട്ടോ. നല്ല നാടൻ കറിവേപ്പില. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെയാട്ടോ ചെയ്ത് വെക്കൽ. ഒരു വൃത്തിയുള്ള ഡപ്പയിൽ എല്ലാം കൂടി കയറി ഇങ്ങനെ ഇടുട്ടോ. അതാകുമ്പോൾ എടുക്കാനും സുഖമാണ്. അപ്പോൾ ആദ്യമോൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടാട്ടോ ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവനും കൂടി ഇതിന് കൂടിയാൽ എല്ലാം നിലത്തുനിന്ന് വെറുക്കേണ്ട അവസ്ഥയായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കുക്കിങ്ങിലേക്ക് പോയിട്ടോ. അപ്പോൾ അമ്മ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ സംഗതികളൊക്കെ മുറിക്കുന്നു. ഞാൻ ചിക്കൻ വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കാനും ഉണ്ട്. അപ്പം എന്താ പറയുക, ചിക്കൻ ആദ്യമോന് കുറച്ചായാലും കൊടുക്കുന്നത് അവന് പൊരിച്ചതാണ് ഇഷ്ടം. എന്നാൽ അധികമൊന്നും കൊടുക്കൂല കേട്ടോ. അപ്പോൾ അവന് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമോൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും പൊരിച്ചോളാം. അങ്ങനെ പൊരിക്കാനും കറി വെക്കാനൊക്കെ ആയിട്ട് എടുത്തു. അങ്ങനെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാട്ടോ പൊറോട്ട. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പൊതി വയ്ക്കുമ്പോൾ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെന്താ, ഞങ്ങൾ കുറച്ച് നേരം ടി വിയിൽ പുതിയ സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടിരുന്നു. പിന്നെ ആദ്യമോൻ്റെ അച്ഛൻ ബിയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമോൻ്റെ അച്ഛൻ സംഘത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിയറൊക്കെ കടിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചു.